ഞാൻ പറഞ്ഞെന്താ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇസ്ലാമിന്റെ നയമാണ്. ആ നയം തന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാര്, ജനപ്രതിനിധികള്, മന്ത്രിമാര്, MLA മാര്, രാഷ്ട്രീയക്കാര് പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലൊക്കെ അതിന്റെ പിന്നിലുണ്ട്. അപ്പോ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണം താല്പര്യമുള്ള ചില ആൾക്കാരാണ്. സത്യദീക്ഷയുള്ള ആളുകളല്ല അത് വിഷയമാക്കിയിട്ടുള്ളത്. കാരണം സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബൈ ചാൻസ് സംസാരത്തിന്റെ ഇടയിൽ ശൈശവ വിവാഹം 6-ാം നൂറ്റാണ്ടിലല്ല, അതിൽ 16-ാം നൂറ്റാണ്ടിൽ വരെ 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ചില ആളുകൾക്ക് കൊള്ളേണ്ടതില്ല. കാരണം അവർ ഇസ്ലാമിന്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനവനോട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി. ഈ പൊള്ളല് മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. മന്ത്രിമാർക്ക് ഉൾപ്പെടെ വൈസ് ഇൻചാർജുമാരുണ്ട് എന്ന് പറഞ്ഞത് മന്ത്രിമാർക്കെതിരായ അധിക്ഷേപം എന്ന രീതിയിലാണ് ഒരു വിഭാഗം പ്രചരിപ്പിച്ചത്. അത് ശരിയല്ല. അത് പറഞ്ഞല്ലോ. ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരൊരു 100 ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ടാവും. ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാതരം ഉദ്യോഗസ്ഥന്മാരും അതിൽ വരും. പിന്നെ ജനപ്രതിനിധികളെന്നാണ് MLA മാർ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, ഇതിലൊക്കെയുള്ള ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പൊ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്ട് ചെയ്ത് പറഞ്ഞ് മന്ത്രിമാരൊന്നും പ്രകോപിപ്പിച്ച് അവരെ എടുത്തുനിന്ന് വല്ലതും നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത്. പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ. മന്ത്രിമാരെ പറയാൻ ഉദ്ദേശിച്ചത് അത്രയും വൈഫ് ഇൻചാർജ് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, ഇല്ലെങ്കിൽ ഇപ്പം ജനപ്രതിനിധികൾ ബഹുജനങ്ങളുടെ ഇടയിൽ പറയാൻ ഒറ്റ വാക്കില് ഞാനീ പറഞ്ഞ ചില കാറ്റഗറി എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം തിരിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ. ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ. പ്രയോഗം എന്നാണ് ആ വസ്തുത നിലവിലുള്ളതല്ലേ. എന്നാണ് അവസാനത്തെ ഉദാഹരണം ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലുള്ളതാണ്. ഒരു മന്ത്രിയിൽ നിന്ന് 2 വനിതാ MLA മാര് ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.